ശേഖരിക്കുന്ന മാലിന്യം എവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്? അങ്ങനെയാണ് ഈ പദ്ധതി പറയുകയാണെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് 40 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. മണ്ണിനടിയിൽ ഈ പൈപ്പുകൾ കുഴിച്ചിട്ടിട്ട് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങൾ ഉൾപ്പെടെ കുഴിച്ചിട്ടിട്ടുണ്ട്. 6 പമ്പിംഗ് സ്റ്റേഷൻ വേണം. 6 പമ്പിംഗ് സ്റ്റേഷൻ എത്ര വർഷക്കാലം കൊണ്ട് പ്രവർത്തനം നടക്കുന്നു? ഒരു പമ്പിംഗ് സ്റ്റേഷന്റെ പകുതി പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും 5 എണ്ണത്തിന് പ്ലാൻ മാത്രമാണ് നിൽക്കുന്നത്. 6 പമ്പിംഗ് സ്റ്റേഷൻ 5. അപ്പൊ ഏത് കാലത്ത് ഇത് പൂർത്തീകരിക്കാൻ പറ്റും? ഞാങ്കടവ് പദ്ധതി 430 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത പദ്ധതി ഉൾപ്പെടെ എടുത്ത് ചെലവഴിച്ച് ഞാങ്കടവ് പദ്ധതി. സാധാരണ നമ്മളിലെ ലോട്ടറി ടിക്കറ്റ് നാളെ 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 എന്ന് പറയുന്നത് പോലെയാണ് ഞാങ്കടവ് പദ്ധതി. നാളെ പരിഹരിക്കും എന്ന് പറയും. അടുത്ത 6 മാസത്തിനകം ഇത് കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്, നമ്മുടെ കൊല്ലം നഗരത്തിൽ 3 ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. ഒന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ, ഒന്ന് കോൺവെന്റിന് മുന്നിൽ, പിന്നെ ഒന്ന് ഫാത്തിമ കോളേജിന് മുന്നിൽ. അതിൽ മകളിൽ കൂടെ ആരെങ്കിലും ഒന്ന് കയറി ഇറങ്ങുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറെ ചെറുപ്പക്കാർ അവരെ സല്ലപിക്കാൻ കയറി ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് എത്ര കോടി രൂപയാണ് ഗവൺമെന്റിന്റെ ഒരു കാര്യമില്ലാതെ. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് ഞാനൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് കൊല്ലത്തൊരു ആകാശപാത എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ശക്തിയുക്തം ഞങ്ങൾ എതിർത്തത് കൊണ്ട് മാത്രമാണ് നടപ്പാക്കാതെ പോയത്. അതും കൂടെ നടപ്പായിരുന്നു ദയനീയമായ അവസ്ഥ കൊല്ലത്തുണ്ടാകും. കൊല്ലം ചിന്നക്കടയിലോട്ട് പിന്നെ മനുഷ്യൻ കയറത്തില്ലായിരുന്നു. ഇപ്പൊ തന്നെ മനുഷ്യൻ കയറുന്നില്ല. അതേ ദയനീയ അവസ്ഥ. ആ ഫുട് ഓവർ ബ്രിഡ്ജ് എല്ലാം നശിച്ചു. അപ്പൊ ഞാൻ പറയാൻ കഴിയുന്നത്, ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, എന്താണ് ഭരണകക്ഷി ചെയ്തതെന്ന്. പ്രതിപക്ഷം ചെയ്തത്. ആ പ്രതിപക്ഷം ചെയ്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്റെ മറുപടി, ആ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ശക്തിയുക്തം എതിർത്താണ് ഈ അടിപ്പാത വേണ്ട എന്ന്. നിരവധി സമരങ്ങൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ആ സമരം നടത്തി. അന്നൊന്നും ചെയ്യുന്നത് മാത്രമല്ല, അവസാന സ്ഥിതി ആ പാലം പൊളിച്ചിട്ട് കഴിഞ്ഞു. മനുഷ്യൻ അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. ടൗൺ ചുറ്റി വേണം കോളേജ് ഭാഗത്തേക്ക് പോകാൻ. അതിനോടൊപ്പം ഉണ്ടായിരുന്ന മണിമേടയോടുള്ള പ്രൈവറ്റ് ബസ് ബേ, ആ ബസ് ബേയും പൊളിച്ചിട്ട് മനുഷ്യൻ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. AK ആന്റണിയാണ് അവസാനം ഉള്ളതെങ്കിലും എങ്ങനെയെങ്കിലും ഈ പദ്ധതി തൽക്കാലം ആളുകൾക്ക് അപ്പുറത്ത് കടക്കാൻ കഴിയത്തക്ക വിധത്തിൽ പാലത്തിന് പൂർത്തീകരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായപ്പോൾ. അന്നും കോൺഗ്രസ് എതിർത്തതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, കൊല്ലം കോർപ്പറേഷന്റെ ഭരണം UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അത് പൊളിച്ചു മാറ്റി അത് ഫ്ലൈ ഓവർ ആക്കി മാറ്റുന്നതാണ്.